ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ കുറിച്ചുള്ളൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലേക്കൊരു യാത്രയാണ് നടത്തുന്നത്. നിങ്ങളുടെ എനർജി, കറന്റ് എനർജി ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അത് എന്തൊക്കെയാണ്? ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള സമയമായോ? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഉടനെ തന്നെ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതോ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു എനർജി ആണോ കാണിക്കുന്നത്? ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗും ടൈംലെസ് റീഡിംഗുമാണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതലൊക്കെയും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റീവ് സിറ്റുവേഷൻസ്, നെഗറ്റീവ് തോട്ട്സ് ഇതെല്ലാം തന്നെ റിമൂവ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് മാത്രം എല്ലാവിധ പോസിറ്റീവ് എനർജീസും നിങ്ങളിലേക്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ആ ഒരു എനർജിയിലേക്ക് എത്തുക. അങ്ങനെ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്ട് ആവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി തന്നെയാണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. 2 ഓഫ് wands ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന്മേൽ ഇപ്പോഴും ഒരു ആലോചനയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകാരികപരമായിട്ട് ഒരു സ്ട്രോങ് ഡിസിഷൻ ഈ ഒരു സമയത്തും ഇപ്പോഴും എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിരന്തരമായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരു പേഴ്സന്റെ ഓർമ്മകളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. നമുക്കത് മുന്നോട്ടേക്ക് ഞാൻ പറയാം. അപ്പൊ ആദ്യം വന്നിരിക്കുന്ന 2 ഓഫ് wands എന്നുള്ള എനർജിയിൽ ഒരു ജഗ്ലിംഗ് എനർജി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ എന്താണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടത്, രണ്ട് ഓപ്ഷൻസ് ഒരു പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരിക്കാം. രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴേക്കും ഒരെണ്ണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവും മറ്റൊരെണ്ണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മറ്റൊരു കാര്യവും തന്നെ ആയിരിക്കാം ഒരു പക്ഷെ വന്നിട്ടുണ്ടാവുന്നത്. പക്ഷേ അതിനകത്ത് എന്താണ് തീരുമാനം എടുക്കേണ്ടത്, ഏത് രീതിയിലാണ് മുന്നോട്ടേക്ക് ചലിക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് കേറിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു സ്തംഭിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജിയിൽ കാണുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്കിവിടെ 5 ഓഫ് പെന്റക്കിൾസ് വന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലോസ് ഒക്കെ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരിക്കാം. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു ഫിസിക്കൽ ഇഷ്യൂസ്, ആരോഗ്യപരമായിട്ടൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ടൈമിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തികളുടെ എനർജി കൂടെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ആരോഗ്യപരമായിട്ടൊക്കെ ഒരുപാട് സ്ട്രഗ്ലിങ്സ് വന്നിട്ട് ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് പണനഷ്ടം വന്നിട്ടുണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുത്തി കൊണ്ടുപോയ ഒരു എനർജി കാണിക്കുന്നുണ്ട്. എന്തായാലും സമ്പത്ത് നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതോടൊപ്പം ഫിസിക്കൽ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് 3 ഓഫ് സോഴ്സ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വിരഹമാണ് കാണിക്കുന്നത്, ഒരു ബ്രേക്കപ്പ് എനർജിയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു അകൽച്ചയിൽ, ഒന്നെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിന്നുപോയ ഒരു ബന്ധം തന്നെയായിരിക്കാം നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ട് രീതി നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇഷ്യൂസും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ആണെങ്കിലും ഈ പറയുന്നത് പോലെ ഒരു നഷ്ടപ്രണയം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ലൈഫ് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു നഷ്ടപ്രണയത്തിലൂടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ഡിപ്രഷൻ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഫിസിക്കൽ ഇഷ്യൂസ് ആയിട്ട് കാണിക്കുന്നത്.
നെക്സ്റ്റ് ആയിട്ട് നമുക്കിവിടെ 5 ഓഫ് കപ്സ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും ഒരു ഡിപ്രഷൻ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കപ്പ് എനർജി ആയതുകൊണ്ട് തന്നെ വൈകാരികപരമായിട്ടൊരു തീരുമാനം നിങ്ങൾക്ക് ഇപ്പോഴും എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കിടയിൽ ഒരു വലിയ ഗ്യാപ്പ് ഒക്കെ ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഒരു രീതിയിലും ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥ തന്നെയായിരിക്കാം. ചിലവരുടെ കേസിൽ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിലായിരിക്കാം ഈ ഒരു പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. മറ്റു ചിലരുടെ കേസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ കാരണങ്ങളും ഉണ്ടായിരിക്കാം. എന്താണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇതിന് എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മാനസികപരമായിട്ടൊക്കെ നിങ്ങൾ ആകെപ്പാടെ തകർന്നു നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. ദൈനംദിനമായ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഒന്നിലും ഒരു ഫോക്കസ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു മെമ്മറിയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് പൂർണ്ണമായിട്ടും പോന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ചിന്തകൾ തന്നെയാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ, ഈ ഒരു രാത്രി കാലങ്ങളിലാണ് നിങ്ങളുടെ ചിന്തകൾ കൂടുതലായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നിങ്ങൾ കരയുന്നുണ്ടായിരിക്കാം, നെഞ്ചുപൊട്ടി വിങ്ങുന്നുണ്ടായിരിക്കാം. എന്താണ് മുന്നോട്ടേക്ക് ഇനി ഒരു ജീവിതം, അല്ലെങ്കിൽ എന്താണ് മുന്നോട്ടേക്ക് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ഒരു രീതിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഈ ഒരു കാര്യങ്ങളിലൊക്കെ അകപ്പെട്ട് പോയപ്പോഴേക്കും ജോലി നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലേക്ക് പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അതിലൊന്നും വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കരിയർ വൈസ് ആണെങ്കിലും സാമ്പത്തികപരമാണെങ്കിലും നിങ്ങൾക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ആകപ്പാടെ നിങ്ങളൊരു ലോ എനർജി, അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനൊന്നും തന്നെ കഴിയാത്തൊരവസ്ഥ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ സപ്പോർട്ടീവ് ആയിട്ട് നിങ്ങളുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ നിങ്ങളുടെ കൂടെ ഈ ഒരു ടൈമിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. എല്ലാവരുടെയും കേസ് അല്ല. ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ എന്തായാലും നിങ്ങൾക്ക് കൂടെ കുറച്ച് ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എത്രത്തോളം ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു ടൈമിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 5 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു ഓർമ്മകളിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിൽ നിന്ന് പോരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും അവർ എൻജോയ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ അവരുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല. ആഗ്രഹം മനസ്സിൽ നിങ്ങൾക്കും ഉണ്ട്, ഇവരുടെ കൂടെ ഒക്കെ മുന്നോട്ടേക്ക് ഒന്ന് പോകണം, ഈ ഒരു സ്റ്റഗ്നസ് സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് മൂവ് ഓൺ ആകണം എന്നൊക്കെ മനസ്സിന്റെ എത്രത്തോളം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇപ്പോഴും ആ ഒരു ഓർമ്മകളാണ് നിങ്ങളെ അലട്ടുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു എനർജിയിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസിന്റെ കാര്യത്തിലൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റായിരിക്കില്ല സംഭവിച്ചിരിക്കുന്നത്. ചെറിയ രീതിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ച് പോയ ഒരു വ്യക്തികൾ തന്നെയായിരിക്കും ഇവര്. അതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോഴും ഇതിൽ നിന്ന് മൂവ് ഓൺ ആയിട്ട് പോകാനായിട്ട് സാധിക്കാത്തത്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു സമ്പത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പണവുമായിട്ടൊക്കെ കടന്നു കളഞ്ഞവരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീരുമാനം എടുക്കാനോ എന്ത് രീതിയിൽ മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ഒരു എനർജിയിൽ നിങ്ങൾ ചിലപ്പോൾ ആരും ഒരുപാട് ദ്രോഹിക്കാതെ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികൾ തന്നെയായിരിക്കും. പക്ഷെ എന്നിട്ടും എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കാർമികമായിട്ട്, കർമ്മപരമായിട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. ജസ്റ്റിസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർമ്മയാണ് കാണിക്കുന്നത്. കർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ലൈഫ് പർപ്പസിൽ, നിങ്ങളുടെ ഈ ഒരു ജന്മത്തിൽ, നിങ്ങളുടെ ഈ ഒരു സോളിന് അനുഭവിക്കേണ്ടിയിരുന്നതും ഫേസ് ചെയ്യേണ്ടിയിരുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിപ്പോ എത്രത്തോളം നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, എത്രത്തോളം നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ സോള് ഈ ഒരു ജന്മത്തിൽ പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പൂർത്തിയാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. ഒരു സൈഡിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും മറ്റെല്ലാവരും നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യിച്ചിട്ട് ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യിക്കാനായിട്ട് ക്ഷണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു എനർജിയിൽ, ഒരു ലോ എനർജിയിൽ ഇപ്പോഴും ആ ഒരു പാസ്റ്റിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. അതുപോലെ തന്നെ പേജ് ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു ടൈമിൽ പറയുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ കയറി നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന പേജ് ഓഫ് വാൻസ് ആണ്. എന്ത് റിസ്ക് എടുത്തിട്ടാണ് എങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യത്തിന്മേൽ പോരാടുക. പോരാടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾ നേടുക തന്നെ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു പ്രണയമാണെങ്കിലും ആ ഒരു സമ്പത്താണെങ്കിലും അതിനെയെല്ലാം എന്ത് റിസ്ക് എടുത്തും നേരിടാനായിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും ഈ ഒരു പേഴ്സന്റെ കയ്യിൽ ഒരു മഴു ഇരിക്കുന്നുണ്ട്. മഴു എന്ന് പറയുമ്പോൾ എന്താണ്? വെട്ടിത്തെളിച്ച് മുന്നോട്ടേക്ക് പോവുക. അതായത് മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഇനി ഉണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ഒരു person നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു സമ്പത്ത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ട്
എന്ത് രീതിയിലാണെങ്കിലും മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാണ് എന്നൊരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളെ കാണുന്നത്. അതായത് പിന്നോട്ടില്ല. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ താഴേക്ക് പോയി എന്ന് പറഞ്ഞാലും, എത്ര ഓർമ്മകളിൽ നിങ്ങൾ നിൽക്കുന്നെന്ന് പറഞ്ഞാലും, നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ സന്തോഷിച്ചിട്ട് ആ ഒരു രീതിയിൽ ലൈഫിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ അല്ല നമുക്കിവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ലൈഫിനെ റിസ്ക് എടുത്തിട്ട് ആഗ്രഹിച്ച കാര്യം നേടാനുള്ള അതേ എനർജിയിൽ മുന്നോട്ടേക്ക് പോകുന്നവരാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു എനർജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഫോർ ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാനായിട്ട് നിങ്ങൾ എന്തും ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നു. ചിലവരുടെ കാര്യത്തിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ ഒരു ഇഷ്ടപ്പെടുന്ന പേഴ്സന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരാനായിട്ട് നിങ്ങളാൽ കഴിയുന്ന പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾ റിസ്ക് എടുക്കാൻ തന്നെ തയ്യാറെടുത്ത് നിൽക്കുന്നത്. ചതിച്ചു പോയവരാണ് അല്ലെങ്കിൽ നിങ്ങളെ തട്ടിച്ചിട്ട് കടന്നു കളഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പോരാടി ആ ഒരു നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു സമ്പത്ത് ഉണ്ടെങ്കിൽ അത് നേടുക തന്നെ ചെയ്യും. എന്ത് റിസ്ക് എടുക്കാനും തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ്. ചിലവരുടെ കേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു കേസ് ഒക്കെ നടക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. കോർട്ടിലൊക്കെ നിങ്ങൾക്ക് ഒരു കേസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോരാടുന്നുണ്ടായിരിക്കാം. അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജിയിൽ നെക്സ്റ്റ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ കാർഡ് കാണിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ പറയാനുള്ളത് ഈ ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളായ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്താണോ ന്യായമായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ആവാനായിട്ട് പോവുകയാണ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്കിവിടെ ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹവുമായിട്ട് തിരിച്ചു വരികയാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ജസ്റ്റിസ് ആണ്. നീതി തരിക എന്നൊരു എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു നഷ്ടപ്രണയം ഒരു പുതിയ തുടക്കമായിട്ട് വൈകാരികപരമായിട്ടുള്ള പുതു തുടക്കത്തിന്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു എനർജിയിലൂടെ നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് എത്ര രീതിയിൽ ബ്രേക്കപ്പ് ആയി പോയി എന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു കാലത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടിട്ട് അവർ തിരിച്ചു വരുന്ന ഒരു എനർജിയാണ്. എത്ര അലയടിച്ച് അങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കടൽ പോലെയാണ്. പോയ അതേ സ്പീഡിൽ തിരിച്ചടിക്കുന്ന ഒരു എനർജി തന്നെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 8 ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളെ ആരും ബന്ധിപ്പിച്ച് നിർത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കിക്കാണുന്നത് സ്വയം ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടാ. ഒരു കാര്യങ്ങളിലേക്കും ഒന്നിലേക്കും വരുന്നില്ല. ഞാൻ ഇതിലേക്ക് തന്നെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇത് വന്നിട്ടേ ഞാൻ move on ആവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളുണ്ട്. പക്ഷെ അവിടെ നിന്നും നിങ്ങൾ ചില കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അനിവാര്യമാണ്. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് focus ചെയ്തേ പറ്റുകയുള്ളൂ. ഈ ഒരു കാര്യത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വഴിക്ക് നിങ്ങൾ ആഗ്രഹിച്ച് അതിന്റേതായ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ ഇമോഷൻസിനെയും നിങ്ങളുടെ സന്തോഷത്തിനെയും പൂർണ്ണമായിട്ടും മറ്റൊരു സിറ്റുവേഷന് വേണ്ടിയിട്ട് തച്ചുടച്ച് കളയേണ്ടതല്ല. നമുക്കിവിടെ നോക്കി correct ആയിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു person ഈ ഒരു വാട്ടറിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇവരെ ബന്ധിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇവർ നോക്കിക്കാണുന്ന ഇവരെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ആരൊക്കെയോ ചേർന്ന് എന്നെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്നൊരു തോന്നലാണ് നിങ്ങൾക്ക്. പക്ഷെ ആരും നിങ്ങളെ ബന്ധിപ്പിച്ച് നിർത്തിയിട്ടില്ല. നിങ്ങളുടെ ആ ഒരു കണ്ണിന്റെ കെട്ടഴിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ കാണേണ്ട ഒരു സമയമാണിത്. അതായത് നിങ്ങൾ ഒരു self love ലേക്ക് കേറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. low energy യിൽ അല്ല നിങ്ങൾ നിൽക്കേണ്ടത്. ഒരു high energy യിലേക്ക് നിങ്ങൾ വരേണ്ടതാണ്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും ആഗ്രഹിച്ച കാര്യം നേടാനായിട്ട് മുന്നോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നീതിയാണ് ലഭിക്കാൻ പോകുന്നത്. ഒരു justice നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ്. 9 of cups ആണ് വന്നിരിക്കുന്നത്. 9 of cups എന്ന് പറയുമ്പോഴേക്കും എല്ലാവിധ രീതിയിലുള്ള സ്വന്തം risk എടുത്ത് ജയിക്കുന്ന ഒരു വനിതയാണിത്. വനിത അല്ലെങ്കിൽ നിങ്ങൾ ഏത് gender ആണോ ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുക. എന്ത് risk എടുത്തിട്ടും സ്വന്തം risk എടുത്തിട്ട് സ്വന്തം കഠിനാധ്വാനം കൊണ്ടിട്ട് വിജയിക്കുന്ന വ്യക്തി. അപ്പൊ നിങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ഒരു ടൈമിൽ സ്വന്തമായിട്ട് ഒരു decision എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് fight ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ഈ ഒരു കാലം കരുതി വെച്ചിരിക്കുന്ന ആ ഒരു വിജയം എന്ന് പറയുന്നത്. അത് ആദ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകേണ്ടതാണ്. കാരണം ഇതിന്റെ ഒരു അവസാനം അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലാണ്. ഇവിടെ ഒരു devil energy നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരുപാട് ശത്രുക്കൾ, ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ഒരു വ്യക്തികളായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പാർട്ട്ണറുടെ ഫാമിലി, പുറത്തു നിന്നുള്ള വ്യക്തികൾ, നിങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു ടൈമിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്.
അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളൊക്കെ ഉള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. ശത്രുക്കൾ മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഒക്കെ അവരിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ചിലവർക്ക് അത് കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ എത്രയൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് divine ആയിട്ട് connect ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു energy എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നീതിപൂർവമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് പ്രത്യേകമായിട്ട് ഇവിടെ നോക്കേണ്ട ഒരു ആവശ്യമില്ല. നീതിപൂർവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു യൂണിവേഴ്സിനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. നിങ്ങളുടെ ആ ഒരു ദൈവിക വിശ്വാസം, നിങ്ങൾ ഏത് ദൈവിക വിശ്വാസത്തിലാണോ മുന്നോട്ടേക്ക് പോകുന്നത്, ആ ഒരു എനർജിയുടെ ഒരു പവർ കൊണ്ടിട്ട് നിങ്ങളുടെ ആ ഒരു ബാഡ് കർമാസ് എല്ലാം പൂർണ്ണമായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ, അപ്രതീക്ഷിതമായിട്ട് തന്നെ നിങ്ങളിൽ നിന്ന് അവസാനിച്ചിട്ട്, എന്ത് രീതിയിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് ആണ് എന്നുണ്ടെങ്കിലും, ഡെവിൾ എനർജി ആണ് എങ്കിൽ പോലും അതെല്ലാം നിങ്ങളിൽ നിന്ന് ബുദ്ധിപൂർവമായിട്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ നീക്കം ചെയ്യുകയാണ്. ആ നിങ്ങളായിട്ട് തന്നെ നീക്കം ചെയ്യുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ സെൽഫ് ലവ് എന്ന് പറയുന്നത്. നിങ്ങളുടെ എനർജിനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യിക്കുക. അതായത് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ കംപ്ലീറ്റ്ലി നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഓറ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ബുദ്ധിപൂർവമായ തുടക്കം തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ആ ഒരു വഴി വെട്ടിത്തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നതാണ് എന്നുള്ളത് തന്നെ കാണുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ വേരിയേഷൻസ് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ടും കഴിയുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുന്നായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക്, ഹാങ്ഡ് മാൻ ആണ്, നിങ്ങൾ ഇപ്പോൾ കുറച്ചധികം stuck ആയിട്ട് നിൽക്കുന്ന എനർജി തന്നെയാണ് കാണുന്നത്. ആ ഒരു stuckness ൽ നിന്നിട്ട് നിങ്ങൾ മാറി ചിന്തിക്കണം. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് നിങ്ങൾ വ്യത്യസ്തത കൊണ്ടുവരണം. ജീവിതത്തിനെ മറ്റൊരു വ്യൂവിലൂടെ കൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഇതേ വ്യൂവിലൂടെ തന്നെ നോക്കി കണ്ടിട്ട് ഈ ഒരു പാസ്റ്റിൽ തന്നെ കുടുങ്ങിക്കിടക്കാതെ ജീവിതത്തിനെ മറ്റൊരു വ്യൂവിലൂടെ കൂടെ കാണാനായിട്ട് ശ്രമിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് വരേണ്ടതാണ്. അകാരണമായിട്ടുള്ള തെറ്റിദ്ധാരണ, അകാരണമായിട്ടുള്ള ഭയങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കുടുങ്ങി കിടക്കുന്നത്. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. മൂൺ എനർജി വന്നിരിക്കുന്നത്. ഒരു സൈഡിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ട് ആഗ്രഹിക്കുന്നു, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കാൻ തയ്യാറാകുന്നു. പക്ഷെ മറു സൈഡിൽ നിങ്ങൾക്ക് ഈ ഒരു ഡെവിൾ എനർജി നിൽക്കുന്നത് കൊണ്ട്, ഈ നെഗറ്റീവ് എനർജി കൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ ഒരുപാട് ഡൗൺ ആകുന്നുമുണ്ട്. അത് നിങ്ങളുടെ ഈ ഒരു ടൈമിൻ്റെതായ പ്രശ്നങ്ങൾ തന്നെയായിട്ടാണ് കാണുന്നത്. പക്ഷെ ആ ഒരു സമയം നിങ്ങളുടെ ഇതാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ആ ഒരു സമയം മാറട്ടെ എന്ന് കരുതിയിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ എനർജിനെ ഇൻക്രീസ് ചെയ്യിച്ചു കൊണ്ടുവരിക. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രേ ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ്സിനെ നിങ്ങളായിട്ട് റിമൂവ് ചെയ്യിക്കുക. എൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ടാവാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെ നിങ്ങൾ ഒന്ന് മുന്നോട്ടേക്ക് പോയി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിൽക്കുന്ന ഈ ഒരു ഭയം, ആദ്യമേ ആ ഒരു ഫിയർ നിങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് അത് സാധിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾ ആദ്യം വേണ്ടത് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം താൻ പാതി ദൈവം പാതിയാണ്. ദൈവം മുകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഈ യൂണിവേഴ്സൽ പവർ മുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തരാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുകയല്ല വേണ്ടത്. ആ ഒരു കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മനസ്സ് എല്ലാം തന്നെ നിങ്ങൾ പ്രിപ്പയർ ആക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ചേഞ്ചസ് ആണ് വരാനായിട്ട് പോകുന്നത്. കിങ് ഓഫ് സോഴ്സ് ആണ് നിങ്ങളുടെ ബുദ്ധിപൂർവമായ ആ ഒരു തുടക്കം, ബുദ്ധിപൂർവമായ ആ ഒരു നീക്കങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയമാണ്. കിങ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ ബുദ്ധിപൂർവമായിട്ട് വിജയിച്ചു നിൽക്കുന്ന ഒരു രാജാവാണ്. ബുദ്ധിയാണ് നിങ്ങൾ ഇവിടെ പ്രയോഗിക്കേണ്ടത്. അതായത് ഹേർട്ട് അല്ല നിങ്ങളുടെ ഈ സമയത്ത് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയം മാത്രം ചലിച്ചതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷമാവസ്ഥകൾ നേരിടേണ്ടതായിട്ട് വന്നത്. കാരണം നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ അവരിലേക്ക് അഡിക്റ്റ് ആയി മാറും. എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണ് നിങ്ങളുടേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് മുന്നോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി കടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ലോകമേ ഇവരായിട്ട് മാറുന്ന എനർജിയാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ തലയേക്കാൾ കൂടുതലായിട്ട് എത്രയും നിങ്ങളിപ്പോൾ ഒരു ഭയങ്കരമായ കരിയർ ബേസിലാണെങ്കിലൊക്കെ ഉയർന്നു നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അല്ലാതെ തന്നെ നിങ്ങൾ ഒരു സ്ട്രോങ് വുമൺ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് മെൻ ആയിരിക്കാം. തികച്ചും ഒരു സ്ട്രോങ് ഡിസിഷൻ ഒക്കെ എടുക്കാനായിട്ട് ഫാമിലിയിലൊക്കെ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. പക്ഷെ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ഇഷ്ടത്തിലേക്കൊക്കെ വന്നു പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ഒക്കെ നിങ്ങൾക്ക് എവിടെയോ നിങ്ങൾ മറന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷമാവസ്ഥകൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ആ ഒരു പഴയ ഉണർവിനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ടൈം ആണിത്. നിങ്ങളുടെ തല പ്രവർത്തിക്കേണ്ട, ബുദ്ധിയോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് ഓരോ ചുവടും വെക്കേണ്ട ടൈമാണ്. കാരണം നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ വിജയിക്കുന്ന വ്യക്തികളാണ്.
ഹൃദയം ഒരു വശത്ത് സഞ്ചരിച്ചോട്ടെ, പക്ഷെ ആ ഒരു ഹൃദയത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം സഞ്ചരിക്കുകയാണ്, തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടേക്ക് ഈ ഒരു juggling energy ന്ന് ആദ്യം തന്നെ മാറുക, ഈ ഒരു ചിന്തകളിൽ നിന്നൊക്കെ move on ആവുക. ചിന്തകൾ എല്ലാം ആകാം, പക്ഷെ ഈ ഒരു രീതിയിൽ നിങ്ങൾ സഞ്ചരിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ world energy ആണ് വന്നിരിക്കുന്നത്. എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് അനുഭവയോഗ്യമാകുന്ന അവസ്ഥ. നമ്മുടെ കാർഡുകളിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് വേൾഡ് എനർജി. സന്തോഷവും സമൃദ്ധിയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഗ്രോത്ത്, അതുപോലെ തന്നെ സ്നേഹബന്ധത്തിന്റെ ഒരു കെട്ടുറപ്പ്, ഇതെല്ലാം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു പണമാണെങ്കിലും സമ്പത്താണെങ്കിലും എല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങളുടേതായ ഒരു ടൈം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചധികം ഫിനാൻഷ്യൽ ഇഷ്യൂസ് അതുപോലെ അതിലൂടെ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ മെഡിക്കൽ ഒക്കെ എടുക്കേണ്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടാവുന്നതാണ്. കാരണം മെന്റൽ സ്റ്റെബിലിറ്റി ആണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. മെന്റൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് ഓരോ ചുവടുകളും വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ നമുക്കിവിടെ ക്യൂൻ ഓഫ് സോഴ്സ്, കിങ് ഓഫ് സോഴ്സ് പോലെ തന്നെ നമുക്കിവിടെ ക്യൂൻ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളത് രണ്ട് proof ആണ് നമുക്കിവിടെ കാണുന്നത്. ബുദ്ധിപൂർവമായ നീക്കത്തിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് സാധിക്കും. വിജയം നിങ്ങളുടെ കയ്യിൽ സുനിശ്ചിതമാണ്. നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അർഹമായ ഒരു നീതി നിങ്ങളുടെ കൈകളിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കൊരു റീബർത്ത് സംഭവിക്കാൻ പോകുന്നു. അതിപ്പോ നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു പുതിയ തുടക്കം ഈ ഒരു നീതി ദേവത നിങ്ങൾക്കായിട്ട് നൽകുകയാണ്. ആ ഒരു എനർജിയാണ് നിങ്ങൾ ഇവിടെ കാണിക്കുന്നത്. നൈറ്റ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങളുടെ ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കം നിങ്ങൾ തുടരുക. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക. ഒരു പേഴ്സണോട് യാത്ര ചെയ്യുകയാണ്. നിങ്ങൾ അതിന് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വേഗം തന്നെ ഇറങ്ങാനായിട്ട് തയ്യാറാവുക, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ഓരോ രീതിയിലായിരിക്കും. ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് വിളിക്കാനോ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും ചിലവർക്ക് പറ്റില്ല. അപ്പൊ എല്ലാവർക്കും ഇറങ്ങി ചെയ്യുക എന്നുള്ളത് പറയുന്നത് കൈകൊണ്ടുള്ള പ്രവർത്തികൾ മാത്രമല്ല, നിങ്ങൾ നന്നായിട്ട് പ്രേ ചെയ്ത് നിങ്ങളുടെ എനർജിനെ ആദ്യം ഉയർത്തി കൊണ്ടുവരിക. നിങ്ങളുടെ ഒരു എനർജിനെ നിങ്ങൾ ഉയർത്തി കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു യൂണിവേഴ്സൽ പവർ നിങ്ങൾക്ക് സപ്പോർട്ട് ആയിട്ട് നിൽക്കും. കാരണം നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ. ഈ ഒരു റീഡിംഗ് എടുക്കുന്ന വ്യക്തികളുടെ കാര്യമാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ പവറിന്റെ ബ്ലെസ്സിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നീതി ലഭിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളൊന്ന് മാറി ചിന്തിക്കുക. സെൽഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വരിക. നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 8 of wands ആണ്. ഫാസ്റ്റ് എനർജി ആണ്. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അത് വരികയാണ്. ഇപ്പൊ പണത്തിന്റെ കാര്യങ്ങളൊക്കെയാണ്, സമ്പത്തിന്റെ കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ ലോസ് ഒക്കെ വന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു കേസ് ഒക്കെ നടത്തുകയാണെങ്കിൽ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ടേക്ക് തന്നെ പോവുക. അല്ലാതെ ഇപ്പൊ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പണമൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഇപ്പൊ മിണ്ടാതിരിക്കുന്ന അവസ്ഥയാണ്, അവർ തരും എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ട സമയം തന്നെയാണ്. മിണ്ടാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അത് എത്തില്ല. നിങ്ങൾ അതിന്റേതായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. 8 of Pentacles ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നട്ടു വളർത്തിയ അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു സമ്പത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ എത്തിച്ചേരും. അതുപോലെ തന്നെ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അർഹമായ ആ ഒരു സ്നേഹം, ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ strength ആണ്. വളരെയധികം strength ഓട് കൂടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദൃഢമാർന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ഒരു ബന്ധം നിങ്ങളിലേക്ക് ഉടനെ തന്നെ തിരിച്ചെത്തുകയാണ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു എനർജി, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഒരു മനസ്സിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു കറന്റ് എനർജി ലെവലും കറന്റ് സിറ്റുവേഷൻ കാണിക്കുന്നതും ആ ഒരു കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളും ഇതൊക്കെയാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് തരാനിരിക്കുന്ന ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ കുറച്ച് മെസ്സേജസ് എന്താണ് എന്നുള്ളത് കൂടെ നോക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ട് ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജസ് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ ട്രൂ ലവ് ആൻഡ് ന്യൂ ലവും വന്നിട്ടുണ്ട്. വെരി സൂൺ ആൻഡ് ഫിനാൻസ് ആൻഡ് കരിയർ കാണിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഇവിടെ ട്രസ്റ്റും അതുപോലെ തന്നെ യു ഡിസേർവ് ലവും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടേത് ഒരു ട്രൂ ലവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ യൂണിവേഴ്സിന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഈ ഒരു പ്രപഞ്ചം മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ഒരു പക്ഷെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടേത് ഒരു ട്രൂ ലവ്, നമ്മൾ ആദ്യമേ നോക്കിയതുപോലെ തന്നെയാണ് വന്നിരിക്കുന്ന എനർജീസ്. നിങ്ങളുടെ ട്രൂ ലവ് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതിൽ
stuck ആയിട്ട് നിൽക്കുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു love തിരിച്ചു കിട്ടാനായിട്ട് എന്തുകൊണ്ടും നിങ്ങൾ deserve ആയിട്ടുള്ള ഒരു വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു പ്രണയം തിരികെ വരാനായിട്ട് പോകുന്നതും. അതുപോലെ ഇവിടെ new love നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ചില വ്യക്തികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രണയമൊക്കെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകളിലൂടെയൊക്കെ നിങ്ങൾ നടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ, ഇപ്പൊ ചിലവർക്ക് ഒരു പുതിയ സ്നേഹം വേണം, ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല, ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ലവ് ആണ് വന്നിരിക്കുന്നത്. ഒരു വ്യക്തി വളരെയധികം സ്നേഹത്തോടു കൂടി പ്രണയത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രൂ ലവ് തന്നെ ആയിരിക്കും. ആ ഒരു പുതിയ പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾ അർഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രത്തോളം വേദനിച്ച് ഒരു ഒറ്റപ്പെടലിലൊക്കെ ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം ഉണ്ടാവാനായിട്ട് പോവുകയാണ്. അതും very soon ആണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ നമുക്കിവിടെ finance and career വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്, നിങ്ങൾക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെല്ലാം ഒരു നീതി ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ബുദ്ധിപൂർവമായിട്ടുള്ള ആ ഒരു പരിശ്രമത്തിലൂടെ നിങ്ങൾ ആ ഒരു റിസ്ക് എടുത്തിട്ട് എന്തും തയ്യാറായിട്ട് നിങ്ങൾ ഇത് നേടും എന്നുള്ള നിങ്ങളുടെ ഒരു എനർജിയിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യലി ഗ്രോത്ത്, അതുപോലെ നിങ്ങൾക്ക് ഒരു പുതിയ ജോലിയൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു പടി മുകളിലായിട്ട് തന്നെ നിങ്ങളിലേക്ക് ലഭിക്കുകയാണ്. ട്രസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ള ഒരു എനർജിയാണ് ആദ്യമേ കാണിച്ചിരിക്കുന്നത്. അതായത് നെഗറ്റീവ്സിനെ റിമൂവ് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ്, ആ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു ഓറ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്കിവിടെ ഒരുപാട് ശത്രുക്കൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളാണ്. കാരണം നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു കുട്ടീനെ കാണിക്കുന്നത്. ഒരു കുട്ടീനെ നമ്മൾ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കില്ല നമ്മളെ ഉപദ്രവിക്കാൻ വരും എന്നുള്ളത്. പക്ഷെ ആ കുട്ടി എന്നുള്ള രീതിക്ക് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ശത്രുക്കൾ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നുണ്ട്. ക്ലാരിറ്റി ആണ് കാണിച്ചിരിക്കുന്നത്. അത് ഏത് വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഈ ഒരു നീതി അല്ലെങ്കിൽ ഈ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് സീയിങ് തിങ്സ് ആണ്. നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ ആ ഒരു സത്യം അല്ലെങ്കിൽ അത് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സത്യമായിട്ടുള്ള അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ ആരാണ് നിങ്ങളെ ദ്രോഹിക്കുന്നത്, ആരാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു കാര്യങ്ങളും ക്ലാരിറ്റികളും എല്ലാം നിങ്ങളിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം വ്യത്യസ്തത കൈവന്നു കഴിയുമ്പോൾ wish ആണ് and fulfillment ആണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ലൈഫ് ഒരു ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് മാറുന്നതാണ്. സക്സസ് ആണ്, സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുക. കൺട്രോൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിലുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂസ് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം നിങ്ങൾ ആദ്യം കൺട്രോൾ ചെയ്യുക. ഇമോഷൻസ് സെക്കൻഡറി ആയിട്ട് വെക്കുക. ഇവിടെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ ഹേർട്ടിനേക്കാൾ കൂടുതൽ, അതായത് ഇമോഷൻസിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ തലയാണ്. ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിൽ. ഈ ഒരു ടൈമിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫുൾഫിൽമെന്റ് ആണ്, സന്തോഷവും സമൃദ്ധിയുമാണ് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. ഇതിനകത്ത് ആക്ച്വലി ക്ലൂസിന്റെ ഒരു ആവശ്യമില്ല, എങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. ഈ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓഗസ്റ്റ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. പി എന്നൊരു ലെറ്റർ, ജെമിനി എന്നൊരു സോഡിയാക് സൈൻ, 19, 38, നവംബർ 1972, സ്കോർപിയോസ് വന്നിട്ടുണ്ട്. 31 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. R എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. എസ് വന്നിട്ടുണ്ട്. ഭരണി എന്നൊരു സ്റ്റാർ, കാലിക്കറ്റ്, ആയില്യം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. മകം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ഏരീസ്, കൊല്ലം ഡിസ്ട്രിക്റ്റ്, ഡിസംബർ വന്നിട്ടുണ്ട്. വിർഗോ എന്നൊരു സൈൻ വന്നിട്ടുണ്ട്. ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 44 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് മാച്ച് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.